പുരയിലൊക്കെ നല്ല പിന്നെ ഫ്രെയിം ചെയ്തിട്ട് ആയത്തുൽ കുർസി അതേപോലെ കുറെ വചനങ്ങളൊക്കെ തൂക്കി വെച്ചിട്ടുണ്ടാവും. ഇടക്കിടക്ക് അത് എടുത്തിട്ടേ പൊടിയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കണം. ഈ ഫ്രെയിം എന്ന് വെച്ചതാ, അതിപ്പോ പരവുദ്ഘാടനം കഴിഞ്ഞ 2008 അന്ന് വെച്ചതാ. ബാക്കി എവിടെ നോക്കുമ്പോഴും ഒരു ചെലന്തി വലയും കാണുന്നില്ല. ഉള്ളത് മുഴുവനും അതിന്റെ മേലെ പിടികൂടിയിട്ടുണ്ട്. അപ്പൊ എന്താ, ഒരിക്കൽ പോലും തുടച്ചിട്ടില്ല എന്നല്ലേ അർത്ഥം? നല്ലോണം ശ്രദ്ധിക്കണം. എന്താണ് ആ തൂക്കി വെച്ചത്? അള്ളാഹുവിന്റെ കലാമാണ്. അതിനോട് ബഹുമാനം പാലിക്കണം. കാരണം ഈ കിതാബ് സാധാ കിതാബല്ല, മിർ റബ്ബിൽ ആലമീൻ. ഇത് ലോകരക്ഷിതാവിങ്കിൽ നിന്നുള്ള കിതാബാണ്. അനറബി ഭാഷയിൽ ഖുർആൻ എഴുതുന്നത് ഹറാമാണ്. അനറബി ഭാഷയിൽ ഖുർആൻ എഴുതുന്നത് ഹറാമാണ്. നിങ്ങള് മൊബൈലിലൂടെ എഴുതി വിട്ടു ബിസ്മില്ലാഹി, മൊബൈലിലൂടെ എഴുതി വിട്ടു തവക്കൽതു അലല്ലാഹ്, മൊബൈലിലൂടെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് എഴുതി വിട്ടോ. കരുതണം, ശരിക്ക് ശ്രദ്ധിക്കണം. ഖുർആനിന്റെ വചനങ്ങൾ അനറബിയിൽ എഴുതിക്കൂടാ, അതതിന്റെ ബഹുമാനമാണ്. ഇംഗ്ലീഷിൽ എഴുതിക്കൂടാ, മലയാളത്തിൽ എഴുതിക്കൂടാ, അതുപോലെ തന്നെ മറ്റൊരു ഭാഷയിലും എഴുതിക്കൂടാ. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, സ്പഷ്ടമായ അറബി ഭാഷയിലാണ് അതിന്റെ അവതരണം. അങ്ങനെയാണത് എഴുതേണ്ടതും. മാറാൻ പറ്റില്ല. എഴുത്ത് പോലും ഖുർആനിൽ എങ്ങനെയാണോ റസ്മിലുള്ളത് അങ്ങനെ എഴുതണം. അത് ഖുർആന്റെ ബഹുമാനാണ്. ചിലപ്പോ നമ്മൾ പഠിച്ച എഴുത്തില് കാണുന്ന കാഫായിരിക്കൂല ഖുർആനുള്ള കാഫ്, മാറ്റുണ്ടാവും. നമ്മൾ ഇങ്ങനെ ഒരു കാഫ് ഇട്ടാലും കാഫാകും. ഖുർആനിൽ അവിടെ കാഫ് വന്നത് ലാമ് മോഡലില് അതിന്റെ നടുവിൽ ഒരു കൊക്ക കയറ്റായിരിക്കും. അതുപോലും എഴുത്തിൽ മാറരുത്. അതാണ് റസ്മു ഉസ്മാനി എന്ന് പറയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം, അന്ന് വിവിധ പതിപ്പുകൾ ഉണ്ടാക്കിയിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗത്തേക്ക് ആ പതിപ്പുകൾ കൊടുത്തയച്ചു. ഇങ്ങനെ എഴുതാവൂ, മറ്റൊരു എഴുത്ത് എഴുതരുത്. എഴുത്തിന് പോലും ബഹുമാനമുണ്ട്. തൊടാൻ ബഹുമാനമില്ലേ? വലിയ ബഹുമാനമുണ്ട് ഖുർആന് തൊടാൻ. ഉമ്മമാരെ, തമ്മീസത്താത്ത കുട്ടികളോട് അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്തിയ കുട്ടികളാണ്, ആ കുട്ടികളോട് വുളു ഇല്ലാതെ അവർക്ക് പഠനാവശ്യത്തിന് വേണ്ടി ഒരു പക്ഷേ കുട്ടികൾക്ക് തൊടാം. തമ്മീസത്താത്ത കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി തൊടാം. നമുക്ക് ഓതാൻ വേണ്ടി അക്കുട്ടികളെ കൊണ്ട് ഖുർആൻ ഇങ്ങെടുക്കുക എന്ന് പറയാൻ പറ്റൂല. ഉമ്മാക്ക് ഓതാനാണ് ഖുർആൻ നിർക്കുമോ? അത് പറ്റൂല. ഉസ്താദിനോദാണ് ഖുർആൻ നിർക്കുക, അത് പറ്റൂല. അവർക്ക് ഓതേണ്ട ആവശ്യത്തിന് അവർക്ക് തൊടാം. അത് ആ പഠനാവശ്യത്തിന് വേണ്ടി മാത്രം അനുവദിച്ചതാണ്. ഒരു ശുദ്ധിയില്ലാത്ത ഉമ്മാക്ക് കുട്ടികളെ ഖുർആൻ ഓതി പഠിപ്പിക്കാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖുർആന്റെ ഒരു ബഹുമാനം വേറെ ഏതും പഠിപ്പിക്കാനോ, ഏത് വിഷയം എഴുതിയിട്ടും വായിച്ചിട്ടും പഠിപ്പിക്കാം. ഖുർആനാണ് ഓതി പഠിപ്പിക്കേണ്ടത്. ഉമ്മാക്ക് ശുദ്ധിയില്ല, സഹോദരിക്ക് ശുദ്ധിയില്ല, അവർക്ക് ഓതാൻ പറ്റാത്ത സന്ദർഭമാണ്, പഠിപ്പിക്കാൻ പറ്റുമോ? ഇതെന്താണ്? അള്ളാഹുവിന്റെ കിതാബാണ്. ഓതാതെ നോക്കിയാൽ തന്നെ കൂലിയാണ്. കിതാബും കൊണ്ട് കുട്ടി വീട്ടിലേക്ക് വരുമ്പോ, ഖുർആനും കൊണ്ട് വരുമ്പോ പേപ്പർ കാണും പോലെയല്ല കാണേണ്ടത്, പത്രം വരുന്ന ആളെ കാണും പോലെയല്ല കാണേണ്ടത്. ആ കുഞ്ഞിന്റെ കയ്യിലുള്ള ഖുർആൻ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. കുട്ടിയോട് ആദരവ് കൂടാൻ കാരണം കയ്യിൽ എന്താ ഉള്ളത്? മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിങ്കിൽ നിന്നുള്ള കിതാബാണ് കയ്യിലുള്ളത്. അതൊരു അമ്മ ജുസ് ആകട്ടെ, തബാറക്ക ജുസ് ആകട്ടെ, മുഴുവനും ഇല്ലാത്ത അരഭാഗം മാത്രമുള്ള ഖുർആൻ ആകട്ടെ, ഖുർആൻ കയ്യിലുണ്ടോ? വലിയ ബഹുമാനിക്കണം. കാണുന്നവരോട് എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണെന്ന് പറഞ്ഞെങ്കിൽ എത്രയാണ് അതിന്റെ ബഹുമാനം! സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഖുർആനിനോടുള്ള ബഹുമാനം കുറയരുത്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഉപ്പമാരെ, ഉമ്മമാരെ, ഖുർആന് നോക്കി ഓതുന്ന കൂലി നിങ്ങളെ കയ്യിലുള്ള ഉപകരണം നോക്കി ഓതുമ്പോൾ സാധിക്കുകയില്ല. മൊബൈല് നോക്കിയിട്ട് ഓതേണ്ട ചില സന്ദർഭങ്ങൾ വരും, അവിടെ മാത്രമേ ഇത് എടുക്കാവൂ. വീട്ടിൽ ഖുർആനുണ്ട്, ഓരോരുത്തരുടെ എണ്ണം കണ്ടും ഓരോ ഖുർആനുണ്ട്.
അതൊക്കെ ഇനി അവിടെ നിന്ന് എടുക്കാന്നുള്ളത് പ്രയാസമാണെന്ന് കരുതരുത്. ഖുർആനിന് വേണ്ടി ഊര വെക്കാൻ കഴിയൂലേ, ഒന്ന് നിൽക്കാൻ കഴിയൂലേ, ഒന്ന് ഏന്തി എടുക്കാൻ കഴിയൂലേ? ഏതൊരു പ്രയാസമാണോ? കാരണം അതൊന്ന് കയ്യിൽ പിടിച്ചാൽ, അതിലേക്കൊന്ന് നോക്കിയാൽ, ഒന്ന് നാവൊന്ന് അനക്കിയാൽ, കണ്ണിനും നാവിനും തലച്ചോറിനും കയ്യിനും എല്ലാറ്റിനും പരിശുദ്ധിയുണ്ട്. ആ നോട്ടം ഇബാദത്തല്ലേ? അള്ളാഹുവിന്റെ കിതാബിൽ നോക്കുന്ന, മുസഹഫിൽ നോക്കുന്ന നോട്ടം ഇബാദത്തല്ലേ? ഓതുന്നില്ല, വെറുതെ നോക്കുകയാണ്, എന്നാലും ഇബാദത്തല്ലേ? ഓതി 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 ക്ഷീണം വരുന്ന പഴയ കാലത്തെ ഉപ്പാപ്പമാർ റമദാനു ഷരീഫിലൊക്കെ ഒരു ദിവസം തന്നെ 5ഉം 6ഉം 7ഉം 8ഉം 9ഉം ജുസ് ഓതിയിട്ട് പിന്നെ അവർ ഇനി പുറത്തു പോകാനാകൂല, ഏകദേശം ഒരു മഗ്രിബാകുന്നതിന്റെ 10 മിനിറ്റ് മുമ്പൊക്കെ വീട്ടിലേക്ക് പോകാന്ന് കരുതിയിട്ട് ബാക്കി സമയം നോക്കിയിരിപ്പാണ്. ഓരോ സെക്കൻഡുകൾക്കും ഇബാദത്താണ്. കാബ നോക്കിയിരിക്കും പോലെയാണത്. ഒരു പണിയില്ലാത്തവൻ മക്കത്ത് എന്നാൽ കിടന്നുറങ്ങല്ല വേണ്ടത്. കഴിയുമോ? കാബ നോക്കി എങ്ങനെ ഇരുന്നോ? അന്നദുറു ഇലൽ കാബത്തി ഇബാദ, കാബയിലേക്കുള്ള നോട്ടം ഇബാദത്താണെന്ന് സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നീ അവിടെ നോക്കിയിരിക്കേണ്ടത്? തവാഫ് ചെയ്യുന്നവരല്ല നീ നോക്കേണ്ടത്, പ്രദക്ഷിണം ചെയ്യുന്ന വിവിധ ഭാഷക്കാരെയും ദേശക്കാരെയും അല്ല. അള്ളാന്റെ പവിത്രമായ കാബയില്ലേ, കാബയിലേക്ക് നോക്കി അങ്ങനെ ഇരുന്നോ? ഭൂമിതലത്തിൽ ഇത്ര ലക്ഷം അധികം മലക്കുകൾ ഇറങ്ങുന്ന വേറൊരു വീടില്ല, ഇത്രയധികം മഹത്തുക്കൾ സംഗമിക്കുന്നൊരു ഭവനമില്ല, ഇത്ര ലക്ഷം ആളുകൾ വലയം ചെയ്ത് ദുആ ചെയ്യുന്നൊരു ഗേഹമില്ല. എല്ലാ സമയത്തും ഫർള് നിസ്കാരത്തിന്റെ സമയം ഒഴികെ ബാക്കി മുഴു സമയങ്ങളിലും ത്വവാഫ് നടക്കുന്നൊരു ഗേഹം വേറെയില്ല. അതുകൊണ്ട് നോക്കിയിരിക്കുന്നത് വലിയ ഇബാദത്താണ്. ആദ്യമായി മലക്കുകൾ ഭൂമിയിൽ ശിലവാകിയ ഒരു പള്ളിയുണ്ടെങ്കിൽ അവ്വലു ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, മക്കയിലുള്ള വീടാണ്. അതിന് വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ട് പൊരയിലും പള്ളിയിലൊക്കെ എത്തിയാലേ യാസീനൊക്കെ ഓതാൻ ചിലപ്പോൾ മരണ വീട്ടിലൊക്കെ ഒരു പക്ഷേ ഇത് സഹായകമായി വരും. കാരണം അവിടെ ഏകദേശം ഖുർആൻ കിട്ടിയില്ലാന്ന് വരും. യാത്രയിലൊക്കെ ചിലപ്പം ഖുർആൻ കിട്ടിയില്ലാന്ന് വരും, നോക്കി ഓതാനൊക്കെ പറ്റും. മുസാഫ് ഉള്ളിടത്ത് പോയി വഖഫ് ചെയ്ത ഒരുപാട് ഖുർആൻ അവിടെ ഉണ്ടായിരിക്കെ ആ വഖഫ് ചെയ്ത ഉപ്പാപ്പമാരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഉറങ്ങുന്നുണ്ട്. മറ്റേ വല്യമ്മത് ആ വല്യമ്മയാണ് ഹജ്ജിന് പോയപ്പോ 20 മുസാഫ് കൊണ്ടുവന്നത്. മറ്റേ ഉപ്പത് ആ ഉപ്പയാണ് 25 മുസാഫ് തുടക്കം വാങ്ങിക്കൊടുത്തത്. പള്ളിന്റെ ഈ മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരാളെ വാങ്ങി. ഇവരൊക്കെ ചുറ്റുഭാഗത്തും കാണുന്നുണ്ട്. ഓ, നമ്മളൊക്കെ വഖഫ് ചെയ്ത കിതാബ് ഖുർആൻ അവിടെ കിടക്കാണല്ലോ, അത് നോക്കി അവർ ഓതുന്നില്ലല്ലോ. ആ ഖുർആൻ എടുത്തുകൊണ്ട് ഓതണം, അതിലേക്ക് നോക്കി ഓതണം. അതിനൊരു പുണ്യവും ഒരു മഹത്വവും വേറെയാണ്, ഒരു ബഹുമാനം വേറെയാണ്. ഖുർആനിലേക്ക് നോക്കുമ്പോ തന്നെ എങ്ങനെയാ നോക്കേണ്ടത്? ഖുർആനിലേക്ക് നിന്റെ തലൻ അങ്ങോട്ട് താഴ്ത്താ വേണ്ടത്, അങ്ങനെ വേണ്ടത്. ഖുർആനിലേക്ക് നീ ഇങ്ങനെ നോക്കണം. കാണാത്ത ആൾക്കാർ പക്ഷെ ഇങ്ങനെ അടുപ്പിച്ച് പിടിപ്പിക്കട്ടോ, അത് കാണാത്തോണ്ടാണ്, അത് കുറ്റം പറയണ്ട. ഇവർക്ക് കാണാത്തോണ്ടാണ്. ഒരു പക്ഷെ ഇങ്ങനെ അടുത്ത് പിടിച്ചെങ്കിലേ കാണുള്ളൂ. ഞാൻ അവരെ ബുദ്ധിമുട്ടാക്കണ്ട. കാഴ്ചയുള്ളവര് അവർ ഖുർആനിലേക്ക് തല താഴ്ത്തണം. എന്തിന്? തലക്കനം കുറയാൻ. ഭയങ്കര തലക്കനല്ലേ നമുക്കൊക്കെ. തലക്കനം കീബറൊക്കെ കുറച്ച് കുറയണ്ടേ? അതിനെ തല അങ്ങോട്ട് താഴ്ത്തണം. ഖുർആനിലേക്ക് കാല് നീട്ടിയിരിക്കാൻ പാടില്ല. ഖുർആൻ ഓതുമ്പോൾ ഖുർആനിലേക്ക് കാല് നീട്ടാൻ പാടില്ല, കാല് നീട്ടിയിരുന്ന് ഓതാനും പാടില്ല. എങ്ങനെയാ ഖുർആന്റെ മുന്നിൽ ഇരിക്കേണ്ടത്? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് കേട്ടപ്പോ വല്ലാത്തൊരു പേടിയാണ്. ഖുർആന്റെ മുന്നിൽ ഇരിക്കേണ്ടത് എങ്ങനെ നീ ഇരിക്കണം? കമാ തജ്ലിസു ബൈന യദൈ മുഅല്ലിമിക്, നിനക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന ഇമാമിന്റെ ഈ ഉസ്താദിന്റെ മുന്നിൽ ഇരിക്കുന്ന ശിഷ്യനാണ് നീ, അതുപോലെ ഇരിക്കണം. കാരണം ഖബറിലെത്തുമ്പോ ആരാ ഇമാം എന്ന് വെച്ചാൽ ആരാന്നാ പറയാ? ഖുർആനാണ്. ഖുർആൻ നിന്റെ ഇമാമാണ്. ആ ഇമാമിന്റെ മുന്നിൽ വല്ലാത്ത ബഹുമാനത്തോടെ ഇരിക്കണം നീ. ഇമാമാകുന്ന ഖുർആനിന്റെ മുന്നിൽ വലിയ ബഹുമാനത്തോടെ ഇരിക്കണം. ചാരിക്കടന്നിട്ട് ഖുർആൻ അങ്ങനെ കയ്യിൽ പിടിച്ചു ഓതരുത്. അപ്പോൾ ഒരു പക്ഷേ ഉറക്കം തൂങ്ങിയിട്ട് ഖുർആൻ താഴെ വീഴും. ഉറക്കം അങ്ങനെ തൂങ്ങിയാകാണെങ്കിൽ പിന്നെയും പിന്നെയും ഖുർആൻ ഓതരുത്, അബദ്ധങ്ങൾ വരും. വിശ്വാസത്തിന് വരെ വൈകല്യം സംഭവിക്കുന്ന വാക്കുകൾ വരും. അതുകൊണ്ട് ഉറക്കം തൂങ്ങി ഓതാൻ പാടില്ല. ഇതുകൊണ്ടല്ലേ നിസ്കാരത്തിൽ വന്ന് മസ്ത് പിടിച്ച ആളുകൾ
ആദ്യമായി അവർക്ക് മദ്യപാനം ഇടക്കിടക്കൊക്കെ പാടില്ല, അതിന്റെ ഗുണഫലങ്ങൾ ദോഷഫലങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. നിസ്കരിക്കാൻ വേണ്ടി മദ്യം കുടിച്ച് വരരുത് എന്നുള്ള ആയത്ത് വന്നിട്ടില്ല. ചിലര് നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോ അക്ഷരങ്ങൾ കട്ടുകൊണ്ട് ഖുർആൻ ഓതാൻ തുടങ്ങി. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അഅ്ബുദു മാ തഅ്ബുദൂൻ. അപ്പൊ ഒരു ലാ പോയി. ഇങ്ങനെ അക്ഷരങ്ങൾ ഇങ്ങനെ പോകാൻ. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു ലാ തഖറബുസ് സ്വലാ വഅൻതും സുകാറാ. മസ്താന്മാരായിട്ട് നിസ്കരിക്കാൻ വരരുത്, കാരണം നിങ്ങൾ ഓതുന്നതിൽ അബദ്ധങ്ങൾ വരുന്നുണ്ട്. ഉറങ്ങിയിട്ട് അങ്ങനെ ഓതരുത്. ക്ഷീണം വരുമ്പോൾ തന്നെ ഒരു വഖഫിൽ വെച്ച് നിർത്തണം. ഖുർആൻ ഓതുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നുന്നുണ്ടോ? ചായ കുടിക്കാൻ തോന്നുന്നുണ്ടോ? ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഒരു വഖഫിൽ അവിടെ വെച്ച് നിർത്തിയിട്ട് സ്വദഖല്ലാഹുൽ അദീം പറഞ്ഞ് പൂട്ടിവെക്കുക. എന്നിട്ട് അത്യാവശ്യത്തിന് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് പിന്നെയും ഓതുക. ഖുർആനിന്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കരുത്. തുറന്നു വെച്ചിട്ട് ചിലരൊക്കെ ഉണ്ട്, തുറന്നു വെച്ചിട്ട് ഒരു കയ്യിൽ പേപ്പറും പിടിച്ച് മറ്റേ കയ്യിൽ മൊബൈൽ സംസാരിക്കുമ്പോൾ ഖുർആന് മുന്നിൽ വെച്ച് സുബ്ഹാനല്ലാഹ്. ഇത്ര വലിയ അപകടമുള്ള ഒരു സംഗതി വേറല്ല. അള്ളാന്റെ ഖുർആന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ കിതാബിന്റെ മുന്നിൽ, ലോകരക്ഷിതാവായ റബ്ബിന്റെ കിതാബിന്റെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ സംസാരിക്കേ? നമുക്കത് പാടില്ല. നമ്മൾ നല്ലോണം ബഹുമാനം സ്വീകരിക്കണം. കാരണം ഇത് റബ്ബുൽ ആലമീന്റെ കിതാബാണ്. ആരെ കിതാബാന്ന് നോക്കിയിട്ടല്ലേ കിതാബിന്റെ സ്ഥാനം. ഈ കിതാബിന്റെ വിഷയം നമ്മൾ കേട്ടു. ഹുദയാണ് കിതാബിന്റെ വിഷയം. ആരെ കിതാബാ? സൂറത്തു സജദ പറയുന്നു മിർ റബ്ബിൽ ആലമീൻ. ഒരു മഖ്ലൂക്കിന്റെതും അല്ല, റബ്ബുൽ ആലമീനായ ലോകരെ പരിപാലിക്കുന്ന, ലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ കിതാബാണ്. അപ്പൊ ആ കിതാബിനോട് പാലിക്കേണ്ട ബഹുമാനം ആ ബഹുമാനമാണ്. കിതാബ് അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് അത് എടുത്തു ഓതിയിട്ടില്ലെങ്കിൽ എതിരെ നമുക്ക് വേണ്ടി ഖുർആന് സാക്ഷി പറയും കേട്ടോ. അല്ലാഹുവേ, അവന്റെ വീട്ടിൽ എന്നെ വാങ്ങി വെച്ചിട്ട് 10-12 കൊല്ലം, വീടുദ്ഘാടനം കഴിഞ്ഞ് 10-12 കൊല്ലം ഞാൻ വെറുതെ കിടന്നു. അവൻ തൊട്ടു നോക്കിയിട്ടില്ല. പിന്നെ വീടിന് രണ്ടാമതൊന്ന് പെയിന്റ് അടിക്കുമ്പോ ചെതലരിച്ചത് കണ്ടപ്പോഴാണ് അവൻ എന്നെ നന്നാക്കിയത്. ഖുർആന് നമ്മളെ പറ്റി പരാതി പറയരുത്. നാളെ ആഖിറത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് വന്ന അപജയത്തെ പറ്റി എന്താ നബി തങ്ങൾ പരാതി പറയുന്നത്? വഖാലർ റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്താ നബി തങ്ങൾ പരാതി പറയുന്നത് അല്ലാഹുവോട്? അല്ലാഹുവേ, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി, എന്റെ ഈ ജനത, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഖുർആന് വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത് കൊണ്ടു നടന്നില്ല. അവരതിനെ മഹ്ജൂറാ, ബഹിഷ്കരിക്കപ്പെട്ടതാക്കി. ഇനി ഒന്നാലോചിച്ച് നോക്കി നിങ്ങൾ, അടുത്ത റമദാൻ വരാൻ പോകാം അല്ലെ? ഇന്നിപ്പോ ഒരു പക്ഷെ റബീഉൽ ആഖിർ കഴിഞ്ഞിട്ടുണ്ടാവും അല്ല? റബീഉൽ ആഖിർ മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി 4 മാസം കഴിഞ്ഞാ എന്ത് തുടങ്ങും? നോമ്പ് തുടങ്ങും. ആൾക്കാർ ബേജാറോടെ നോക്കണം. എന്താ ഉസ്താദ് നിങ്ങൾ പറയുന്നത്? നിങ്ങളാരും മാസം കാണില്ലേ? മാസം 4 ഉള്ളൂ. 2 മാസം കഴിഞ്ഞാൽ ബാരിക്കലനാന്നുള്ള ദുആ വരും. റമദാൻ ഇപ്പൊ അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, റമദാൻ ഷരീഫ് കഴിഞ്ഞിട്ട് ഏകദേശം ഇവിടെ ഒരു 8 മാസത്തോളം പൂർത്തിയാകാണ്. ഇന്നത്തേക്ക് അല്ലെങ്കിൽ ഇന്നലത്തേക്ക് എത്ര ഖത്മ് നമ്മൾ തീർത്തു? ഖുർആനുള്ള വലിയൊരു ബഹുമാനല്ലേ? എത്ര ഖത്മ് തീർത്തു? ചില മഹാന്മാരൊക്കെ അവരെ വഫാത്തിന്റെ നേരത്ത് മക്കൾ വന്നിട്ട് കരയുമ്പോ മക്കളോട്, മക്കളെ കരയണ്ട, ബാപ്പ ഇക്കടക്കുന്ന കട്ടിലിൽ വെച്ച് 5000 ഖത്മ് തീർത്തിട്ടുണ്ട്, നിങ്ങൾ കരയണ്ട എന്ന് ഉച്ചസ്ഥരം പറഞ്ഞത് അവരുടെ ധൈര്യം വിശുദ്ധ ഖുർആൻ കൊണ്ടായിരുന്നു. നമുക്ക് മക്കളെ കരയേണ്ട, വാപ്പ കിടക്കുന്ന കട്ടില് ഒരു 100 ഖത്തം തീർത്തു എന്ന് പറയാനൊക്കോ? അവർ 5000, അതിന്റെ ഒരു ചെറിയ ശതമാനം ആയിക്കോട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കി, നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ച് നോക്കി. എത്ര നേരം കിട്ടിയിട്ടുണ്ട്? 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ മെസ്സേജ് വായിക്കുന്ന മഹാസംഭവങ്ങൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അവാർഡ് കൊടുക്കേണ്ടി വരും. അവർക്കൊന്ന് 1/2 മണിക്കൂർ ഖുർആന്റെ മുന്നിൽ തപസ്സിരുന്നിട്ട് ശരീരം ഒന്ന് കെട്ടിവെച്ചിട്ട് 2 മണിക്കൂറൊക്കെ ഗീബത്ത് പറയുന്ന മഹാദോഷികളുണ്ട്. 3 മണിക്കൂറൊക്കെ കിട്ടുന്നത് മുഴുവനും വിടുപ്പലക്കുന്ന ആളുകളുണ്ട്. അസ്ർ നിസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞാൽ മഗ്രിബ് വരെ മച്ചമാംസം തിന്നുന്നവരുണ്ട്. 1/2 മണിക്കൂർ ഖുർആനിന്റെ മുന്നിൽ ഒന്ന് തപസ്സിരിക്കാൻ നേരം കിട്ടുന്നില്ലേ ഒരു ദിവസവും? പിന്നെ നീയും ഖുർആനുമായി എന്ത് ബന്ധമാ?
ഖുർആൻ നിന്റെ ഇമാമാണെന്ന് 4 മലക്കുകളോട് നിനക്കവരെ മുഖത്ത് നോക്കി പറയാൻ കഴിയുമോ സുഹൃത്തെ? നിന്റെ ഇമാമ് ആരാണെന്ന് മലക്കുകൾ ഖബറിൽ ചോദിക്കും. മൻ ഇമാമുക്, നീ പറയേണ്ട ജവാബ് എന്താണെന്നറിയോ? ഖുർആനു ഇമാമീ. അത് പറയാ നിനക്ക് യോഗ്യതയുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, യോഗ്യതയുണ്ടോ? 8 മാസമായില്ലേ ഇന്നത്തേക്ക് റമദാൻ കഴിഞ്ഞിട്ട്? ചുരുങ്ങിയത് 8 ഖത്മെങ്കിലും ആകണ്ടേ? ഒരു ഖത്മ് പോലും തീർക്കാത്തവർ ചിന്തിച്ചോ എത്ര ഭയാനകമായ സംഭവമാണ്. ഇത്രയും കാലം ജീവിച്ചിട്ട് ഈ സൗകര്യങ്ങളൊക്കെ അല്ലാഹു തന്നിട്ട് മണ്ണെണ്ണ വിളക്കൊഴിച്ചിട്ടതിന്റെ ആ തിരിയിൽ നിന്ന് പുകപടലങ്ങൾ മൂക്കിന്റെ ദ്വാരത്തേക്കും കണ്ണിലേക്കും ആവാഹിച്ച് വന്നിട്ട് കഷ്ടപ്പെട്ട് ഖുർആൻ ഓതി തീർത്ത ഉമ്മാമമാരില്ലേ, ഉപ്പാപ്പമാരില്ലേ? അവര് നമ്മളെ കാണുമ്പോ അല്ലടോ ചങ്ങാതി, നിന്റെ വീട്ടില് ഏറ്റവും നല്ല സുഖത്തിന് നീ കഴിയുമ്പോ ഞാനൊക്കെ മണ്ണെണ്ണ വിളക്കിന്റെ ആ ഒരു കരി എത്രമാത്രമാ അനുഭവിച്ചത്. വൈദ്യുതി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ദാഹമായിരുന്നു. എന്നിട്ടും ചിമ്മിണി വിളക്ക് കത്തിച്ച് ഞാൻ ഖുർആൻ ഖത്മ് തീർത്തിട്ടുണ്ട്. നിനക്ക് ഈ സൗകര്യങ്ങളൊക്കെ അല്ലാഹ് തന്നിട്ട് അതേ ഒരു കാറ്റ് പോലും ഒരു ചൂര് പോലും നിന്റെ മൂക്കിലേക്ക് വരാതെ, കരി പോലും വരാതെ നല്ല വെളിച്ചം തന്നിട്ട് എന്തുകൊണ്ട് നീ ഉപയോഗിച്ചില്ല? ഉമ്മമാരെ അടുപ്പിൽ ഓടക്കുവേല് കൊണ്ട് ഊതിയിരുന്ന ഉമ്മമാര് ഊതി 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 അവരെ ഹാർട്ടിന് രോഗം വന്നവരുണ്ട്, അവരെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞവരുണ്ട്, മൂക്കിന് ചീരാപ്പ് ജലദോഷം മാറാത്തവരുണ്ട്. ആ ഉമ്മമാരൊക്കെ സാഹസികമായിട്ടാണ് കുടുംബത്തിന് വേണ്ടി ഭക്ഷ്യവസ്തുക്കൾ പാചകം ചെയ്തതെങ്കിൽ സൗകര്യങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന നമ്മൾ സമയങ്ങൾ ചുരുങ്ങിയത് മതി ഭക്ഷണം ഉണ്ടാക്കാൻ. എന്നിട്ടും നമുക്ക് ഖുർആൻ ഓതാൻ, ഒരു ദിവസം ഒരു ജുസ് ഓതാൻ സമയം കാണുന്നില്ല. ഇത് പറഞ്ഞാൽ എത്രമാത്രം വലിയ സങ്കടകരമാണ്. അതുകൊണ്ട് നബിതങ്ങൾ ആഖിറത്തിൽ നമുക്കെതിരെ പറയുന്ന ഒരു വാക്കെന്താണെന്നറിയോ? യാ റബ്ബി, സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഇവരൊക്കെ തോൽക്കാൻ കാരണം എന്താ? അല്ലാഹുവേ, ഇവര് ഖുർആൻ ബഹിഷ്കരിച്ചു, ഇവര് ഖുർആൻ കയ്യൊഴിച്ചു, ഖുർആൻ വേണ്ടതുപോലെ ഓതിയില്ല, അത് ശ്രദ്ധിച്ച് ഓതിയില്ല, അതിനെ കൊണ്ട് നടന്നില്ല, അതിനെ ബഹുമാനിച്ചില്ല. മഹ്ജൂറൻ ഐ മത്റൂഖൻ, അതിനെ ഉപേക്ഷിക്കപ്പെട്ടു. അത് നമ്മളെ പറ്റി പറയരുത്. നമ്മൾ ഖുർആന്റെ ആളുകളാകണം. റബ്ബുൽ ആലമീന്റെ കിതാബാ നമ്മളെ കയ്യിലുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പരിപാലിക്കണം, നന്നായി ഓതണം, നന്നായി പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഓതുന്നതിൽ നമ്മൾ ശ്രദ്ധ പാലിക്കണം. മക്കളെയും കുട്ടിയിരുത്തി ഓതണം. നമ്മളൊക്കെ വാപ്പാര് വെല്ലിപ്പാരൊക്കെ ഞാൻ ആലോചിച്ചു നോക്കണം, മരിച്ചുപോയി പലരും. അള്ളാഹുർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒലിങ്ങനെ ഇരിക്കുമ്പോ ഇപ്പോഴും ബാപ്പാന്റെ ആ ശബ്ദം, വല്ലിപ്പാന്റെ ശബ്ദമൊക്കെ ഇങ്ങനെ കാതിലേക്ക് വരികയാണ്. അവരന്നങ്ങനെ പറഞ്ഞതിന് അവർക്ക് എത്ര ദ്വാരനാലും മതിയാകൂല. നമ്മൾ ഇന്നല്ലേ അതിന്റെ സുഖം അനുഭവിക്കുന്നത്. അള്ളാഹുർക്ക് ദർജ കൊടുക്കട്ടെ. അവരൊക്കെ ഇരുന്ന് സുബഹി നിസ്കാരം ഇങ്ങനെ ഇരിക്കുമ്പോ അവർ ചോദിക്കും, എന്താ അവിടുന്ന് ഖുർആനൊത്തൊന്നും കേൾക്കാത്ത? അപ്പൊ എല്ലാരും കൂടി ഒന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഈ തണുപ്പൊക്കെ ആയിട്ടൊന്നും ഇങ്ങനെ ചുരുളാൻ നോക്കിയ കാരണം എല്ലാരും വേഗം ഖുർആനൊക്കെ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഊത്തുടങ്ങും. അവരാ ഒരൊറ്റ ശബ്ദം വന്നാൽ മതി. വെല്ലിപ്പ അങ്ങനെ ഉറങ്ങല്ല. വെല്ലിപ്പാന്റെ കയ്യിൽ ഇങ്ങനെ തസ്ബീഹ്മാലുണ്ട്, ഔറാദ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, ദിക്റിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ ദിക്റിങ്ങനെ ചൊല്ലി പൂർത്തിയാക്കി ഈ മാലൊരു ഭാഗത്ത് വെച്ച് വെല്ലിപ്പാന്റെ ആയുധങ്ങളെടുത്ത്, ഉപ്പാന്റെ ആയുധങ്ങളെടുത്ത് പണിക്ക് പോകാൻ, ഹലാലായ നിലക്ക് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അവർ പോകാൻ. അതിനു മുമ്പ് എന്റെ വീട്ടിൽ എല്ലാ ദിവസവും ഖുർആൻ ഓതണം എന്നുള്ളത് ആ കുടുംബനാഥന്റെ ഒരു ചിന്തയില്ലേ? പ്രഭാതം എന്റെ വീട്ടിൽ പൊട്ടി വിടരുന്നത് ഖുർആനിന്റെ ശബ്ദവീജികൾ വാനലോകത്തേക്ക് മലക്കുകൾ ഉയർത്തിക്കൊണ്ടുപോയിട്ടാകണം. ഇത് ചിന്തിക്കുന്ന ബാപ്പമാർ, ഉമ്മമാർ, ഉമ്മാമ്മമാർ, എന്താ അവിടുന്ന് ഖുർആനോത്തില്ലേ, എന്താ നിങ്ങൾ ഓതുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴേക്ക് മക്കള് ചുറ്റുമിരുന്ന് ഖുർആൻ ഓതുന്നൊരു ശൈലി. നമുക്കതൊക്കെ കണ്ടാൽ ആ വീട്ടില് ചെറിയ ബർക്കത്തൊന്നല്ല ഉണ്ടാകുക, ചെറിയ സന്തോഷം ഒന്നല്ല ഉണ്ടാകുക, നല്ല സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് വീടുകളിലൊക്കെ ഖുർആൻ ഓതണം. ഖുർആൻ വീട്ടിൽ ഓത്ത് കുറഞ്ഞത് കൊണ്ടാണ് ഇന്ന് വീട്ടിലൊക്കെ പരസ്പരം പോരും പുൻറ്റും കണ്ടുകൂടായ്മയും. ഒരാൾ വന്ന ഒരു ദിവസം തന്നെ വീട്ടിൽ നിർത്താൻ തോന്നാത്തതും എന്താ? നമ്മളെ മനസ്സിന്റെ കേടാ. അക്സിറു തിലാവത്തുൽ ഖുർആനി ഫീ ബുയൂതിക്കും.
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഖുർആനോത്ത് അധികരിപ്പിക്കുക. അക്സിറു തിലാവത്തുൽ ഖുർആനി ഫീ ബുയൂതിക്കും, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഖുർആനോത്ത് അധികരിപ്പിക്കുക. ഫൈനൽ ബൈത്തല്ലദീ ലാ യുഖ്റഉ ഫീഹി ഖുർആൻ, ഖുർആൻ ഓതാത്ത വീട് യഖില്ലു ഖൈറുഹു, നന്മ കുറയും. ഖുർആൻ ഓതാത്ത വീട്ടിൽ സമൃദ്ധി കുറയും. വയക്സുറു ശർറുഹു, എടങ്ങേർ അധികരിക്കും, എടങ്ങേർ പെരുത്തു വരും. ഒന്നിന് കഴിയുമ്പോ ഒന്ന് ഇങ്ങനെ പെരുത്തു വരും. മാത്രമല്ല വയളീഖു അലാ അഹ്ലിഹി, ആ വീട്ടുകാർക്ക് വല്ലാത്ത മാനസിക പ്രയാസം വരും. അവർക്ക് അവിടെ ജീവിക്കാൻ തന്നെ സന്തോഷം തോന്നൂല. അപ്പൊ ഒരു വേറെ വീട്ടിക്ക് മാറും. വേറെ വീട്ടിക്ക് മാറിയാലും ആൾക്കാർ നന്നായെങ്കിലല്ലേ വീട്ടിൽ മാറിയിട്ട് കാര്യമുള്ളൂ. എല്ലാ ഭൂമി നല്ല ഭൂമി അല്ലാതെ ഭൂമിയല്ലേ. ഒരു വേറെ വീട്ടിക്ക് മാറും. അപ്പോൾ ഓരോ സ്വഭാവം അങ്ങനെയാണ്. പിന്നെ വേറെ വീട്ടിക്ക് മാറിയിട്ട് വരണ്ട. പിന്നെ അത് വിറ്റ് വേറെ വീട്ടിക്ക് മാറും. കാരണം അവരെ മനസ്സിൽ അവിടെ താമസിക്കാൻ പ്രയാസം തോന്നാണ്, മനസ്സിന് വല്ലാത്ത ഇടങ്ങേറ് തോന്നാണ്. ഖുർആൻ നന്നായി ഓതണം. ശൈത്താനെ വീട്ടിൽ നിന്ന് പടിയിറക്കണം. അതിന് ഖുർആന്റെ മുന്നിൽ തപസ്സിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബുൽ ആലമീന്റെ കിതാബിനെ ബഹുമാനിക്കും പോലെ ബഹുമാനിക്കണം. ഉമിനീര് കൂട്ടിയിട്ട് ഖുർആൻ മറിക്കാൻ പാടില്ല. ഖുർആനിലെ ദീനാർ ദിർഹം കറൻസി സൂക്ഷിക്കാൻ പാടില്ല. പൗഡർ ഖുർആൻ സൂക്ഷിക്കാൻ പാടില്ല. അടയാളത്തിന് വേണ്ടി ഒരു പക്ഷേ കടലാസോ നൂലോ എന്തെങ്കിലുമൊക്കെ വെക്കാം. മറ്റൊന്നും ഖുർആൻ സൂക്ഷിക്കാൻ പാടില്ല. എന്തൊരു ബഹുമാനാ ഖുർആന്. ഒരു സാധാ കിതാബായത്. ആ ബഹുമാനം പറഞ്ഞാണ്ടോ തീർക്കാൻ പറ്റുന്നത്. അത്രയും വലിയ കിതാബാണിത്. ഞാൻ നിർത്തുന്നു. മറ്റൊരായത്തും കൂടി നോക്ക് നിങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റിസാലത്ത് അല്ലാഹു തആല സ്ഥിരപ്പെടുത്തുകയാണ്. അം യഖൂലൂന ഇഫ്തറാ, ഈ നല്ല ഖുർആനെ പറ്റി അവർ പറയുന്നുണ്ടോ നബിയെ? ഇഫ്തറാഹു, ഇതിനെ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന്. അങ്ങനെ പറയാൻ കാരണം എന്താ? നിങ്ങൾ നോക്ക്, ഖുർആനെ നിർമ്മിച്ചുണ്ടാക്കിയതാ മറ്റേതാ പറയാൻ കാരണം എതിർക്കാൻ ഏതായാലും കഴിയൂല. അതായത് പകരം കൊണ്ടുവന്നിട്ട് തോൽപ്പിക്കാൻ കഴിയൂല. അപ്പൊ പിന്നെ പൊതുവെ എന്താ പണി? ഉള്ളിനെ പറ്റി എന്തെങ്കിലും പറയാം. അതിപ്പോ ലോകത്തിന്റെ സംഭവം അങ്ങനെയാണ്. എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഉള്ളതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി പറയാം. അതെപ്പോഴും ലോകത്ത് എപ്പോഴും നിലനിൽക്കുന്ന പതി അങ്ങനെ. ഒരു നല്ല നിലക്കാ പോകുന്നത്, ഒരു നിലക്ക് എതിർക്കാൻ കഴിയില്ലേ? എന്നാ എന്തെങ്കിലുമൊക്കെ ഒരു മോശത്തിന് അപ്പുറത്തൊന്നും ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ടാണ് മറിച്ച്. അതുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആനെ എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയതാണ് പറഞ്ഞു. ജനങ്ങൾ മാറിയോ? ജനങ്ങൾ മാറിയില്ല. ഈ ഖുർആൻ ഓതിക്കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അവര് സാഹിറാണെന്ന് പറഞ്ഞു. സിഹിറാണ് ഈ ഓതുന്നത് എന്ന് പറഞ്ഞു. അല്ലാഹു തആല പറഞ്ഞു ഇതൊരു സിഹിറുകാരന്റെ വാക്കല്ല. തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റു ചിലര് പറഞ്ഞു കാഹിനാണ്, ജ്യോതിശാസ്ത്രം വിളമ്പാണ്, ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞു. അല്ലാഹു പറഞ്ഞു ഇത് ജ്യോതിഷന്റെ വാക്കല്ല, ജ്യോത്സ്യന്റെ വാക്കല്ല. ചിലര് പറഞ്ഞു കവിത പാടുകയാണെന്ന്. അല്ലാഹു പറഞ്ഞല്ലോ വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു, കവിതയും പാട്ടും നമ്മൾ നബിതങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല. അത് നബിതങ്ങൾക്ക് യോജിച്ചതുമല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ, ഇത് ഉത്ബോധനമാണ്, ഖുർആനാണ്, സംശയം വേണ്ട. എന്തെല്ലാം പറഞ്ഞു. ഈ ഖുർആൻ ഓതിയിട്ട് ജനങ്ങൾ ഇങ്ങനെ സ്വീകരിക്കുമ്പോ അതിനെപ്പറ്റി നബിതങ്ങളെ പറ്റി എതിർത്ത് പറഞ്ഞില്ലേ ഒരാള്? നബിതങ്ങൾ മജ്നൂനാണെന്ന്. സുബ്ഹാനല്ലാഹ്, ഈ സ്വഭാവങ്ങൾ ഈ ഖുർആൻ കൊണ്ടുവന്ന ഒരു വ്യക്തിത്വത്തെ പറ്റി എങ്ങനെയാണ് മജ്നൂൻ എന്ന് പറയുക? മജ്നൂൻ എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പോഴാണ് അല്ലാഹു തആല അത് പ്രതികരിച്ചത്. ഖുർആൻ ഓതിയിട്ട് ജനങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് നബിതങ്ങളെ അടുത്ത് വന്ന് ഖുർആൻ കേൾക്കുമ്പോഴേക്കങ്ങ് സ്വീകരിക്കാണ്. ഒരു നിലക്കും പ്രതികരിച്ചിട്ട് അവർക്ക് മാറ്റാൻ കഴിയുന്നില്ല. അപ്പൊ ആളെ പറ്റി പിന്നെ പറയാൻ തുടങ്ങി. നബിതങ്ങളെ പറ്റി മജ്നൂനാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹ് മറുപടി കൊടുത്തു, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. നബിയെ, പേന തന്നെയാണ് സത്യം. ആ പേനക്ക് എഴുതി പിടിപ്പിക്കാനുള്ള പേജുകൾ തന്നെയാണ് സത്യം. അല്ലാഹ് അനുഗ്രഹം ചെയ്തിട്ട് അവിടുന്ന് മജ്നൂനല്ലേ? അല്ല. ഇങ്ങനെ അധിക്ഷേപിക്കുന്നതിൽ, ഇങ്ങനെ ആക്ഷേപിക്കുന്നതിൽ തങ്ങൾ മറുപടി ഒന്നും പറയാൻ പോകാറില്ലല്ലോ. തങ്ങൾക്ക് അളവറ്റ കൂലിയുണ്ട്. പ്രതികരിക്കാത്ത ആലിമീങ്ങളെ കണ്ടില്ലേ? ഓർക്കൊക്കെ വല്ലാത്ത കൂലിയുണ്ട്. പറയുന്നവരങ്ങനെ പറഞ്ഞോട്ടെ, നമുക്ക് അതിന്റെ പണിയല്ല എന്ന് പറയും. അങ്ങയോട് പറയട്ടെ, അങ്ങയെ പറ്റി മജ്നൂൻ എന്ന് പറയാൻ പാടില്ല. അങ്ങ് അതിമഹത്തായ സ്വഭാവത്തിന്റെ വ്യക്തിത്വമാണ്.
ഖുലുഖുൻ അളീമും മഹത്തായ സ്വഭാവമുള്ള ഒരാളെ പറ്റി എങ്ങനെ മജ്നൂൻ എന്ന് പറയും? ഈ ഖുർആന് കൊണ്ടുവന്നതിനെ സഹിക്കാഞ്ഞിട്ടല്ലേ അവര് പറഞ്ഞത്? നബി തങ്ങളെ മഹത്തായ സ്വഭാവം കണ്ടില്ലേ ലോകത്താർക്കെങ്കിലും ഉണ്ടാകോ? എത്ര അക്രമം ചെയ്ത ആളുകൾക്കാണ് അവിടുന്ന് വിട്ടുവീഴ്ച കൊടുത്തത്. ജീവിതകാലത്തിന്റെ യൗവനം മുഴുവനും തങ്ങൾക്കെതിരെ, സ്വഹാബത്തിനെതിരെ അക്രമം ചെയ്ത് ജീവിച്ച അബൂജഹലിന്റെ പുത്രൻ ഇക്രിമ വന്നിട്ട് മാപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ, ഇക്രിമ നിനക്ക് മാപ്പുണ്ട്. സങ്കടപ്പെട്ടുകൊണ്ട് ഇക്രിമ പറഞ്ഞു, നബിയേ, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല പച്ചപ്പുള്ള കാലം, യുവത്വകാലം, അത് മുഴുവനും തങ്ങളെ എതിരിലായി ഞാൻ ചെലവഴിച്ചു. ശിഷ്ടകാല ജീവിതമെങ്കിലും തങ്ങൾക്ക് വേണ്ടി, ദീനിന് വേണ്ടി എനിക്ക് ഖിദ്മത്തെടുക്കണം. ഇക്രിമക്ക് വേണ്ടി മുത്തുനബി പ്രാർത്ഥിച്ചു. അവസാനം ഇക്രിമ റളിയല്ലാഹു അൻഹു യർമൂക്കിൽ ഷഹീദായി മരിച്ചു. സഹോദരങ്ങളെ, എത്ര വലിയ തെറ്റുകാരനും മാപ്പ് കൊടുക്കുന്ന അതിമഹത്തായ സ്വഭാവത്തിന്റെ ഉടമയായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി എങ്ങനെ മജ്നൂൻ എന്ന് പറയും? ഇതൊക്കെ അവരുടെ ഭാഷ എന്താണെന്നറിയോ? ഖുർആനെ തടഞ്ഞു നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ലാഹു തആല ഇവിടെ പറയുന്നത് ഇത് അല്ലാഹ് ഇറക്കിയ ഖുർആനാണ്. അപ്പോൾ തിരിഞ്ഞു, ഈ ഖുർആന് അവതരിപ്പിക്കപ്പെട്ട ആള് ആരാണ്? അല്ലാഹുവിന്റെ റസൂലാണ്. നബിതങ്ങളെ റിസാലത്ത് സ്ഥിരപ്പെടുത്തലാണ് അള്ളാന്റെ ലക്ഷ്യം. ഇത് അല്ലാഹു തആലയുടെ കിതാബാണെന്ന് പറഞ്ഞാൽ ആരാണ് ഈ കിതാബ് ഓതി തരുന്നത്? ആരാണ് ഈ കിതാബ് ചൊല്ലി തരുന്നത്? ഈ നബിതങ്ങളല്ലേ? ഈ വ്യക്തിത്വമല്ലേ? ആ വ്യക്തിത്വം നബിയാണ്, റസൂലാണ്. അത് തിരിച്ചറിയാനാണ് പറയുന്നത്. ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക, ഇത് തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ്. അവരെന്ത് പറഞ്ഞാലും തങ്ങൾ അത് വില സ്വീകരിക്കേണ്ടതില്ല. എത്രത്തോളം പറഞ്ഞു എന്നറിയോ? അബൂജഹലും കമ്പനിയും, അല്ലാഹുവേ, ഈ ഖുർആൻ നിന്റെ ഭാഗത്തു നിന്നുള്ള ഹക്കാണെങ്കിൽ ഫംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ, ഞങ്ങൾക്ക് നീ കൽമയ വർഷിപ്പിക്കണം. ഒരു പൊട്ടപ്പോയത്ത് നോക്കി നിങ്ങള്. ഖുർആൻ ഹക്കാണെങ്കിൽ ഞങ്ങളെ അതിലേക്ക് കൊണ്ടുപോകണമെന്നല്ലേ പറയണ്ടി? പിന്നെ എങ്ങനെ അബൂജഹൽ എന്ന് പേര് വിളിക്കാക്ക? ഈ ഖുർആൻ സത്യാണെങ്കിൽ ഞങ്ങൾക്കും അതുകൊണ്ട് ഉപകാരം തന്നെ എന്നല്ലേ ബുദ്ധിയുള്ളവർ ദ്വേർക്കേണ്ടത്? അബൂജഹൽ എന്താ ദ്വേരുന്നത്? ഇൻകാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ നംദിക്, പടച്ചോനെ ഇത് നിന്റെ ഭാഗത്തു നിന്നുള്ള ഹക്കാണെങ്കിൽ ഫംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ, കൽമയ വർഷിപ്പിക്കണം. കൽമയ എന്ന് പറഞ്ഞാൽ സാധാരണ ചെറുക്കൽ ഇങ്ങനെ വീഴാന്നല്ല. ഒരു കല്ല് തട്ടി ആള് വീസായി പോകും. ചുട്ട് വഴുത്ത കല്ല, അത് നെറുകയിൽ വന്ന് വീഴും, കഥ കഴിയും. കൽമയ തരണം. അബൂജഹൽ ചോദിക്ക, ഇതെന്തോ ഐസും കെട്ട വീഴും പോലെ. അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ശിക്ഷ തരണേ. അപ്പൊ ഇനോ മനസ്സിലാക്കണം എന്താ? നമ്മൾ അങ്ങനെ അള്ളാഹിനോട് ദ്വാരുന്നിട്ടും ഇങ്ങനെ ഒന്നും അദാബ് വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് സത്യമല്ല. അങ്ങനെ കുറെ ആൾക്കാർ മുമ്പ് വാദപ്രതിവാദത്തിൽ പറഞ്ഞില്ലേ, നിങ്ങളെ മൊയ്തീൻ ശേഖരും മറ്റൊക്കെ അങ്ങനെ കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജൊക്കെ അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞാൽ വീഴട്ടെ. അപ്പൊ അപ്പുറത്തിരിക്കണ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മഹാമനിഷികളായ ആലിമീങ്ങള് പലരും കഴിഞ്ഞു പോയി, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അവര് പറഞ്ഞു, അള്ളാഹ്ക്ക് വലിയ കഴിവുണ്ടെങ്കിൽ എന്നാ ഈ സ്റ്റേജിന് പോയിക്കോട്ടെ. അള്ളാഹിന്റെ പണി മൊയ്തീൻ ശേഖരന്റെ പണി ഇതിങ്ങനെ പൊളിച്ചിടാന്നല്ല. അത് ഒരു കുദ്റത്തിന്റെ മാനദണ്ഡല്ല. ഈ ചോദിക്കുന്നത് വിവരക്കേടാണ്. ചോദിക്കേണ്ടത് ബുദ്ധിയുള്ളവരെങ്ങനെയാണ്? ഇത് സത്യമാണെങ്കിൽ പടച്ചോനെ ഞങ്ങൾക്കും അതുകൊണ്ട് കാര്യം തരണം, ഞങ്ങളെ അതിലേക്ക് വഴികൂട്ടി തരണം. അവരാദാബിനെ ചോദിച്ചപ്പോ അല്ല പറഞ്ഞു, നബിയെ, അവരല്ല ശിക്ഷിക്കൂല, ശിക്ഷിക്കാൻ അള്ളാഹ്ക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, തങ്ങൾ അവരിലുണ്ടല്ലോ. തങ്ങളെ ഹയാത്തിലുണ്ടായിരിക്കെ അവരല്ല ശിക്ഷിക്കൂല. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കെ ഉമ്മത്തിനെ അല്ലാഹ് അദാബിലാക്കൂല. നമ്മളൊക്കെ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലണം. ഹിസ്ബുൽ ബഹറിലും ഹിസ്ബുൽ നസ്റിലൊക്കെ അധികം ഉള്ള ഒന്നാണ് ഇസ്തിഗ്ഫാർ, പാപമോചനം തേടുക. അള്ളാഹു നമ്മളെ പാപക്കറകളൊക്കെ പുറത്തു തരട്ടെ. എല്ലാ വൈകല്യങ്ങളും അള്ളാഹു മാപ്പാക്കി തരട്ടെ. നമ്മളെ ഈ ദമ്പ് കൊണ്ട് അള്ളാഹു ഈ ഉമ്മത്തിന് പരീക്ഷണം തരാതിരിക്കട്ടെ. നമ്മൾ ദ്വാർക്കുകയും പാപമോചനത്തിന് തേടുകയും വേണം. അള്ളാഹു തആല പറയാണ്, കഴിവില്ലാത്തതുകൊണ്ടല്ല ഞങ്ങളെ ശിക്ഷിക്കാത്തത്. ഖുർആൻ ഹക്കാണ് തിരിച്ചു തരാൻ നിങ്ങൾക്ക് അദാബ് തന്നിട്ട് നിങ്ങളോട് പരീക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല. പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ ആരുണ്ട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെ പരിഗണിച്ചിട്ട് നബിതങ്ങളെ ഹയാത്തിൽ നിങ്ങളെ ശിക്ഷിക്കാന്നുള്ളത് ആ ഹബീബിനോടുള്ള ബഹുമാനത്തിന്റെ കുറവാ, ശിക്ഷിക്കൂല. പിന്നെ കീബറിന്റെ ഊക്ക് കൂടിയപ്പോഴാണ് ബദറിലൊക്കെ ഒരു ശിക്ഷ കൊടുത്തത്. അത് മുഴുവനായി കൊടുത്തിട്ടില്ല, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാത്രം. മുഴുവനായി കൊടുക്കാൻ അള്ളാഹ് കഴിവില്ലാത്തോണ്ടൊന്നല്ല, നിലം പരിശാക്കി വിടൂല.
പക്ഷെ നിങ്ങൾ നോക്ക്, അതുകൊണ്ട് ഈ ഖുർആൻ അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള ഖുർആനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖായ നബിയാണ് എന്ന് സ്ഥിരപ്പെടുത്തലും ആ ഖുർആന്റെ ബഹുമാനവും നമ്മളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഖുർആൻ കൊണ്ട് നന്നാകണം. അള്ളാഹു നമ്മളെ നല്ലവരിൽ ചേർത്തി തരട്ടെ. സമയമായി, ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്.